ഹായ് ഹലോ. അപ്പോൾ ഇന്നലെ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോകുന്നതാണ്. ഞാനും അമ്മയും അനിയത്തിയും മോനും ഹസ്ബൻഡും എല്ലാവരും കൂടെയാണ് പോകുന്നത്. അമ്മേൻ്റെ മാമൻ്റെ മോളെ ഹൗസ് വാമിങ് ആട്ടോ അവിടെ പോവാം. പിന്നെ ഞങ്ങളുടെ കൂടെ മാമനും മാമയും കൂടെ ഉണ്ടായിരുന്നു. നരിക്കുനിയൊക്കെ എത്തിയപ്പോൾ ആണ് അവരത് കണ്ടത്. പിന്നെ ഞങ്ങൾ ഒന്നിച്ചങ്ങ് പോയി. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ മാത്രമേ ലേറ്റായിട്ട് എത്തിയുള്ളൂ. ബാക്കി എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. മേമ, ചെറിയച്ഛൻ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ എവിടെ പോയാലും നേരം വൈകി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ തന്നെ നേരം വൈകി എത്തി. പിന്നെ കണ്ണൻ അവൻ്റെ മാമനെ കിട്ടിയപ്പോൾ വേറെ ആരെയും വേണ്ട. അവൻ്റെ അടുത്തുനിന്ന് പിന്നെ വന്നിട്ടേ ഇല്ല. തിരിച്ച് പോരുന്ന വരെ അവൻ്റെ കൂടെയായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് മേമേനെ ഫോട്ടോ എടുക്കാൻ മേമയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഫോൺ കണ്ടപ്പോൾ തന്നെ തല താത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി മേമ. കണ്ണ പിന്നെ എല്ലാവരും എടുക്കാൻ നോക്കി. അവൻ ആരുടെ അടുത്തും വന്നിട്ടില്ല. അവനവൻ്റെ മാമൻ്റെ അടുത്തൊന്നും വിട്ടെങ്ങോട്ടും വന്നിട്ടില്ല. മാമനെ മാത്രം മതിയായിരുന്നു. അച്ഛനെയും വേണ്ട, അമ്മേനെയും വേണ്ട, ആരെയും വേണ്ട. പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഇരുത്തമാണിത്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല തിരക്കായിരുന്നു. കുറേ നേരം നിന്ന് കഴിഞ്ഞ് ഫുഡ് വന്നു. സദ്യയായിരുന്നു. ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പോകാൻ വേണ്ടി വീട്ടിൽ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ കണ്ണൻ വരുന്നില്ല. അവൻ മാമൻ്റെ കൂടെ പോകുകയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ നേരം ഉണ്ടായിരുന്നു കരച്ചിൽ പരിപാടി. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് പോകുന്നായിരുന്നു. അപ്പോൾ പിന്നെ ബീച്ചിൽ പോകാമെന്നുള്ളൊരു പ്ലാനിങ് പെട്ടെന്നുണ്ടായി. അങ്ങനെ അതിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് തീരുമാനത്തിലെത്തി ബീച്ചിൽ പോകാമെന്ന് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വലിയ മേമ ഉണ്ടായിരുന്നു. മേമ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കാപ്പാടെത്തണ്ടായി. പിന്നെ മേമേൻ്റെ സ്ഥലം അടിവാരമാണ്. അപ്പം തിരിച്ച് പോകുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് മേമ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഏതായാലും ഞങ്ങൾ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പോയി. ചെറുതായിട്ടൊന്ന് ആദ്യം വഴി തെറ്റി. പിന്നെ പെട്ടെന്നാണ് ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം പിന്നെ എല്ലാ മക്കൾക്കും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം അവന് വേറൊരു ഡ്രസ്സ് കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ പെട്ടെന്നാണല്ലോ ബീച്ചിൽ പോകുന്നത് ചിന്തിച്ച്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങി പിടിച്ചു. അങ്ങനെ ബീച്ചിലെത്തി. പോയപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ കണ്ണൻ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. എത്രയോ നേരം കളിച്ചു കേട്ടോ. 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വെള്ളത്തിൽ തന്നെ ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറി പോന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കയറി പാറേൻ്റെ മേലെയൊക്കെ കയറി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ നേരം അവിടെ ഇരുന്നു. സൺസെറ്റ് ആവുന്ന വരെ ഏകദേശം അത്രയും സമയമൊക്കെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞാണ് അവിടെ നിന്ന് പോരുന്നത്. പിന്നെ കണ്ണനെ അടങ്ങി ഇരുന്ന് കളിക്കുന്നൊരു സ്വഭാവമില്ലല്ലോ. അവൻ ആ പാറക്കെട്ടിലൂടെ ചെരുപ്പിടാണ്ട് ഞങ്ങൾക്ക് ചെരുപ്പിടാൻ പറഞ്ഞിട്ട് ഇട്ട് പോലുമില്ല. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറും ഇറങ്ങും ഓടിക്കളിക്കും. ഇത് തന്നെയായിരുന്നു അവൻ്റെ പരിപാടി. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ മെല്ലെ തിരിച്ച് പോരാനുള്ള പരിപാടിയൊക്കെ നോക്കി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇനി ഒരു ഐസ്ക്രീം കഴിക്കാമല്ലേ തോന്നിയാൽ പിന്നെ കഴിക്കാതിരിക്കണ്ടല്ലോ. പിന്നെ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ അവിടുന്ന് തിരിച്ച് കുറേ ദൂരം പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും അവിടുന്ന് ടാറ്റ ബൈ ബൈ സീ യു ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. ഇനി എല്ലാവരും എന്നാ ഇങ്ങനെ ഒന്നിച്ച് കാണുകയെന്നറിയില്ല. ഏതായാലും നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.